നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 9 മാസം ഗർഭിണിയായ യുവതി മരിച്ചു. സംഭവത്തിൽ തൃത്താല പോലീസ് കേസെടുത്തു. പട്ടാമ്പി താലൂക്ക് ആശുപത്രി അനാസ്ഥയ്ക്കെതിരെ അന്വേഷണം വേണമെന്ന് തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 9 വയസ്സുകാരിക്ക് സാരമായി പരിക്ക്. കാട്ടകാമ്പാലിൽ വീടിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെയാണ് കാട്ടുപന്നി ആക്രമിച്ചത്. പഞ്ചായത്ത് ഓഫീസിന് സമീപം പെരുമ്പുള്ളി നഗറിൽ താമസിക്കുന്ന അന്നിക്കര സുബ്രഹ്മണ്യൻ അശ്വതി ദമ്പതികളുടെ മകൾ ദേവികയ്ക്കാണ് പരിക്ക്. വാരിയലിന്റെ മുകൾ ഭാഗത്ത് ആഴത്തിൽ പരിക്കേറ്റ കുട്ടിയെ പഴഞ്ഞി കോട്ടൂൾ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. മുറിവിൽ 4 തുന്നൽ. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേല ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ആഘോഷിക്കും. ജാതി മതഭേദമന്യേ 10,000 പങ്കെടുക്കുന്ന കുതിരവേല തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ചാമുണ്ടേശ്വരി ക്ഷേത്ര മരതകം ഫ്ളാറ്റിൽ താമസിക്കുന്ന കരുവന്നൂർ പടിഞ്ഞാറത്ത വീട്ടിൽ മോഹനൻ നായർ ഭാര്യ 70 വയസ്സുള്ള സൗദാമിനിയാണ് മരിച്ചത്. ഗുരുവായൂരിലെ വലിയ തോട് മാലിന്യവാഹിനിയായി മാറിയിട്ടും നടപടിയെടുക്കാത്ത നഗരസഭയുടെ നിലപാട് നാട്ടുകാരുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്ന് ആക്ഷേപം. വാർത്തകൾ വിശദമായി. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 9 മാസം ഗർഭിണിയായ യുവതി മരിച്ചു. സംഭവത്തിൽ തൃത്താല പോലീസ് കേസെടുത്തു. പട്ടാമ്പി താലൂക്ക് ആശുപത്രി അനാസ്ഥയ്ക്കെതിരെ അന്വേഷണം വേണമെന്ന് തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. തൃത്താല മേഴത്തൂർ സ്വദേശിനി നൌഷിജയാണ് മരിച്ചത്. ഫെബ്രുവരി 16-നാണ് നൌഷിജയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശ്വാസതടസ്സവും ബ്ലീഡിംഗും ഉണ്ടായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ രാവിലെ 10:30 നൌഷിജയെ ശ്വാസതടസ്സവും രക്തസ്രാവവും ഉണ്ടായതിനെ തുടർന്ന് വാണിയംകുളം PK ദാസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. PK ദാസ് ആശുപത്രിയിൽ എത്തിച്ചു പരിശോധന നടത്തിയപ്പോൾ യുവതി മരിച്ചിരുന്നു. ഇതോടെയാണ് താലൂക്ക് ആശുപത്രിക്കെതിരെ ആരോപണമുയർന്നത്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നും ചികിത്സാരേഖകൾ നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്നും ആരംഭിച്ച് നൌഷിജയുടെ സഹോദരൻ നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്കുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതേസമയം നൌഷിജയുടെ ബന്ധുക്കളുമായി സംസാരിച്ചതിൽ നിന്നും താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഗുരുതര അനാസ്ഥ സംഭവിച്ചതായാണ് പ്രാഥമികമായി മനസ്സിലാക്കിയതെന്ന് തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി പറഞ്ഞു. തൃത്താല ഗ്രാമപഞ്ചായത്തിലെ മേഴത്തൂർ സ്വദേശിയായ നൌഷിജ എന്ന പെൺകുട്ടി പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലിലെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 16-ാം തീയതി അഡ്മിറ്റ് ആയതായിരുന്നു. എന്നാൽ പട്ടാമ്പി ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥ കാരണം അമ്മയുടെയും കുട്ടിക്കും മരണം സംഭവിച്ചിരിക്കുകയാണ്. പ്രാഥമികമായ അന്വേഷണത്തിൽ ഒരു വീട്ടുകാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ വലിയ അനാസ്ഥയാണ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ അറിയാൻ സാധിച്ചത് ഈ 4 ദിവസവും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും അവർ ഹോസ്പിറ്റലിൽ വളരെയധികം ബുദ്ധിമുട്ടേണ്ടതായി വന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലിലുണ്ടായ അനാസ്ഥയ്ക്കെതിരെ കൃത്യമായ അന്വേഷണത്തിലൂടെ നടപടി വേണമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ആശുപത്രി അനാസ്ഥയ്ക്കെതിരെ അന്വേഷണം വേണമെന്നും അവർ പറഞ്ഞു. വരവൂർ നടുവട്ടം അറവ് മാലിന്യ പ്ലാന്റിന്റെ ട്രയൽ റൺ UDF പ്രവർത്തകർ തടഞ്ഞു. മാലിന്യവാഹനങ്ങൾ പ്ലാന്റിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് പോലീസും പ്രതിഷേധ സമരക്കാരും തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് മാലിന്യവാഹനങ്ങൾ പ്ലാന്റിനകത്ത് പ്രവേശിക്കാതെ മടങ്ങിപ്പോയി. വടക്കാഞ്ചേരി ബ്ലോക്ക് മെമ്പർ PI ഷാനവാസ് സമരം ഉദ്ഘാടനം ചെയ്തു. അരയാലുക്കൽ മുസ്തഫ അധ്യക്ഷനായി. KS മുഹമ്മദ്, TM അയൂബ്, M വീരചന്ദ്രൻ, KM ഹമീദ്, രവി തിച്ചൂർ, മിഥുൻ, TM നാസർ, ഷംനാസ് തിച്ചൂർ, TM ബീവാത്തുകുട്ടി, സെറീന ഷമീർ എന്നിവർ സംസാരിച്ചു. ഈ നാടിനെ മാലിന്യ മുക്തമാക്കുന്നതിൽ നിന്നും പിന്തിരിയണം. അതിനുവേണ്ടി ഈ കൊടി പിടിച്ച് നിങ്ങൾ പോകേണ്ടത് ഈ പഞ്ചായത്തിനകത്തളങ്ങളിലേക്കാണ്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരത്തിലുള്ള പോരാട്ട നാടകങ്ങൾ എത്രത്തോളമായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ അധികാര ശ്രേണികളും എല്ലാ അധികാര സംവിധാനങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഈ ആളുകളെ കാണിക്കാൻ വേണ്ടി അതിൽ 4 കൊടി പിടിച്ചു വന്നാൽ ഈ ആളുകളൊക്കെ പൊട്ടന്മാരാണോ? ഇവിടെ ബഹുമാനപ്പെട്ട MLA ഇല്ലേ, അദ്ദേഹം ഈ പ്രദേശത്തെ വോട്ട് വേണ്ടി ജയിച്ചു പോയാളാ. 3.5 വർഷമായിട്ട് ഇത്ര തീവ്രമായിട്ടുള്ള സമരം നടക്കുമ്പോ അദ്ദേഹം എവിടെയാണ്? ഇവിടെ നിന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്താണ് അദ്ദേഹം. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? എത്രയോ പാവപ്പെട്ടവർ അറസ്റ്റ് വരിച്ചു, സ്ത്രീകൾ അറസ്റ്റ് വരിച്ചു. എന്നിട്ടും ഈ മാലിന്യ പ്ലാന്റുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന 9 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ കാട്ടുപന്നി ആക്രമിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് സംഭവം. മേഖലയിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു.
കാട്ടകമ്പാൽ പഞ്ചായത്തിനു സമീപം പെരുമ്പുള്ളി നഗറിൽ താമസിക്കുന്ന അന്നിക്കര സുബ്രഹ്മണ്യൻ അശ്വതി ദമ്പതികളുടെ മകൾ ദേവികയ്ക്കാണ് പരിക്കേറ്റത്. വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് കാട്ടുപന്നി തൊട്ടടുത്തുള്ള റബ്ബർ കാട്ടിലേക്ക് ഓടിമറഞ്ഞു. കുട്ടിക്ക് പഴഞ്ഞി കോട്ടോൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നൽകി. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വാരിയലിൻ്റെ മുകൾ ഭാഗത്ത് ആഴത്തിൽ പരിക്കേറ്റു. 4 തുന്നലുണ്ട്. സംഭവമറിഞ്ഞ് കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് കൊളത്തേരി, KH സിദ്ദീഖ് എന്നിവർ വീട്ടിലെത്തി. കാട്ടകമ്പാൽ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നി ശല്യം കൂടുതലാണെന്നും പഞ്ചായത്ത് അധികൃതർ ഉടൻ നടപടിയെടുക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ നൌഫൽ, വില്ലേജ് അസിസ്റ്റന്റ് ലൈജു, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, വാർഡ് മെമ്പർ സ്വീറ്റി ഷാജു, മുൻ വാർഡ് മെമ്പറും ആസൂത്രണ സമിതി ഉപാധ്യക്ഷനുമായ അബ്ദുൾ റഷീദ് എന്നിവരും പരിക്കേറ്റ കുട്ടിയെ സന്ദർശിച്ചു. വന്യജീവി ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ കുട്ടിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ അനുവദിക്കണമെന്നും ബന്ധപ്പെട്ട വനം വകുപ്പ് അധികൃതർ ഇക്കാര്യത്തിൽ സത്വരമായ നടപടികൾ സ്വീകരിക്കണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മികവ് വിലയിരുത്തി നൽകുന്ന പുരസ്കാരങ്ങളിൽ അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കി കുന്നംകുളം നഗരസഭ. 2025-2026 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരത്തിൽ സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനവും ശുചിത്വ ഗ്രേഡിംഗിൽ 2ാം സ്ഥാനവുമാണ് നഗരസഭ കരസ്ഥമാക്കിയത്. കണ്ണൂരിൽ നടന്ന തദ്ദേശ ദിനാഘോഷ ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിൽ നിന്നും നഗരസഭാ അധികൃതർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. 3 പതിറ്റാണ്ട് പിന്നിടുന്ന സ്വരാജ് ട്രോഫിയോടൊപ്പം 30 ലക്ഷം രൂപയും മൊമന്റോയും സർട്ടിഫിക്കറ്റുമാണ് കുന്നംകുളത്തിന് ലഭിച്ചത്. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണവും ജനപങ്കാളിത്തത്തോടെയുള്ള ഭരണനിർവഹണവുമാണ് നഗരസഭയെ ഈ വൻ നേട്ടത്തിന് അർഹമാക്കിയത്. ഹരിത കർമ്മസേനയുടെ കാര്യക്ഷമമായ വാതിൽപ്പടി ശേഖരണം, ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികളുടെ വിതരണം, ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ പ്രവർത്തനം എന്നിവ നഗരസഭയുടെ ശുചിത്വ നിലവാരം ഉയർത്തി. കൂടാതെ വാർഷിക പദ്ധതികളുടെ 100% പൂർത്തീകരണവും മികച്ച ഭരണനിർവഹണവും പുരസ്കാര നിർണയത്തിൽ നിർണായകമായി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സെക്രട്ടറി KK മനോജ്, വിവിധ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും ഒപ്പം പൊതുജനങ്ങളുടെയും ഏകോപിത പ്രവർത്തനത്തിന്റെ ബലമാണ് ഈ നേട്ടമെന്ന് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ് എന്നിവർ പറഞ്ഞു. 2 അവാർഡുകളാണ് കുന്നംകുളം നഗരസഭയെ തേടിയെത്തിയിട്ടുള്ളത്. 25-26 വർഷത്തെ പദ്ധതി നിർവഹണവും പ്രത്യേകിച്ച് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള വാതിൽപ്പടി മാലിന്യ സംസ്കരണത്തിൽ തന്നെ വാതിൽപ്പടി ശേഖരണം, ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം പൊതുജന പങ്കാളിത്തത്തോടുകൂടി കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലെ ഒരു അവാർഡ് നഗരസഭയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നികുതി അടയ്ക്കുന്ന കാര്യത്തിൽ, ജനകീയ ആസൂത്രണ പ്രവർത്തനം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ, ഖരമാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വലിയ ജനപങ്കാളിത്തത്തോടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി എല്ലാ ജനങ്ങളുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സന്തോഷം ജനങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുകയാണ്. സ്ഥിരം സമിതി അധ്യക്ഷരായ പുഷ്പ ജോൺ, T സോമശേഖരൻ, മിഷ സെബാസ്റ്റ്യൻ, മിനി മോൻസി, ആർഷ ജിജു എന്നിവരും സംബന്ധിച്ചു. ഈ അംഗീകാരം വരും വർഷങ്ങളിൽ കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്താൻ നഗരസഭയ്ക്ക് കരുത്തേകും. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ചാമുണ്ടേശ്വരി നക്ഷത്ര മരതകം ഫ്ളാറ്റിൽ താമസിക്കുന്ന കരുവന്നൂർ പടിഞ്ഞാറത്തെ വീട്ടിൽ മോഹനൻ നായർ ഭാര്യ 70 വയസ്സുള്ള സൗദാമിനിയാണ് മരിച്ചത്. സംസ്കാരം നടത്തി. ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യ വിഭാഗം മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. രമ്യ, സേതുലക്ഷ്മി എന്നിവർ മക്കളാണ്. ഗുരുവായൂരിലെ വലിയ തോട് മാലിന്യവാഹിനിയായി മാറിയിട്ടും നടപടിയെടുക്കാത്ത നഗരസഭയുടെ നിലപാട് നാട്ടുകാരുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്ന് ആക്ഷേപം. വലിയ തോടിന് സമീപം താമസിക്കുന്ന വീട്ടമ്മ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചതോടെ നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ. കടുത്ത വേനലിലും വലിയ തോട്ടിൽ ഒഴുക്കിന് കുറവില്ല. കറുത്ത നിറത്തിലുള്ള മലിനജലമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അസഹ്യമായ ദുർഗന്ധവുമുണ്ട്. കൊതുക് ശല്യവും അതിരൂക്ഷമാണ്. തോടിന് സമീപത്തെ കിണറുകൾ ഉപയോഗശൂന്യമായതായി പരിസരവാസികൾ പറയുന്നു. വീട്ടിന്റെ മുറ്റത്തും ഇരിക്കാൻ വയ്യ, അകത്തും ഇരിക്കാൻ വയ്യ. കൊതുകടിയാണെങ്കിൽ അങ്ങനെ എന്തൊരു മണാന്നറിയോ. ഈ കക്കൂസയുടെ വെള്ളമൊക്കെ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ വീട്ടിലിരിക്കണവർക്ക് എന്താവും സ്ഥിതി? ഇരിക്കാൻ പറ്റാത്ത ഗതിയാണ്. തോട്ടിലാണെങ്കിൽ അങ്ങനെ അത് ഈ കിണറാണെങ്കിൽ ഞങ്ങളുടെ കിണർ അത് കാരണം മൂടി ഞങ്ങള് ഈ വെള്ളം, തോട്ടിലത്തെ വെള്ളം കാരണം കൊണ്ട്. എന്നിട്ട് ഇപ്പൊ അടുത്ത കിണർ കുഴിച്ചത്. അതായത് ഇനിയിപ്പോ ഫ്രണ്ട് കൂടെ കാന വന്ന ആ കിണർ മൂടേണ്ടി വരില്ലേ. സമീപത്തെ സ്ഥാപനത്തിൽ നിന്നും വലിയ തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്നുണ്ട്. സമീപത്തെ ബഹുനില കെട്ടിട സമുച്ചയങ്ങളിൽ നിന്ന് ശുചിമുറി മാലിന്യവും കാനയിലേക്ക് ഒഴുക്കുന്നുണ്ട്. പരസ്യമായി പൈപ്പുകളിലൂടെയാണ് മാലിന്യം വലിയ തോട്ടിലേക്ക് ഒഴുക്കുന്നത്.
ഇതിനെതിരെ നാട്ടുകാർ രേഖാമൂലം പരാതി നൽകിയിട്ടും ഇവർക്കെതിരെ ചെറുവിരലനക്കാൻ പോലും നഗരസഭ തയ്യാറായിട്ടില്ല എന്നതാണ് നാട്ടുകാരുടെ ആരോപണം. മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ സ്മെല്ല് കാരണം. രാത്രി ആയി കഴിഞ്ഞാൽ എവിടെന്നാന്നറിയില്ല, ടോയ്ലറ്റിലെ വെള്ളമാണോ എന്ത് വെള്ളം അറിയില്ല, ഇങ്ങനെ മഞ്ഞ കലർന്ന വെള്ളം ഇങ്ങനെ പോവും. പകലും ഒഴുക്കി തുടങ്ങി. ഇത് എവിടുന്നാന്നുള്ളത് അറിയാം. ഞങ്ങള് വയസ്സായ ആൾക്കാരും കുട്ടികളും ഒക്കെ ആയിട്ട് താമസിക്കുന്നതാണ് ഇവിടെ. ഇത് കുറെ പ്രാവശ്യം ഇത് അധികാരികളുടെ മുന്നിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇതിനൊരു സംവിധാനം ഇന്ന് വരയ്ക്കും ഉണ്ടായിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വന്ന് വേസ്റ്റ് കോരി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്ന് നീക്കും. പിന്നെ ആ കുറച്ച് ദിവസം ഒരു കുഴപ്പമാണ്, പിന്നെ വീണ്ടും അതേപടി തന്നെ. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിനൊരു നിവൃത്തി ഉണ്ടാക്കി തരണം. ഞങ്ങൾക്ക് ഇനിയിപ്പോ ഈ വീട് വിറ്റിട്ട് വേറെ ഒരു താമസിക്കാനോ അല്ലെങ്കിൽ വേറെ ദിക്കിലേക്ക് പോകാനൊന്നും വകുപ്പില്ലാത്ത ആൾക്കാർ. ഞങ്ങളൊക്കെ ഇവിടെ ഗുരുവായൂർ ജോലി ചെയ്തൊക്കെ ജീവിക്കുന്ന ആൾക്കാരാ. അതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കി തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ. തോടിന് സമീപത്തെ ഫ്ളാറ്റിലെ വീട്ടമ്മയാണ് കഴിഞ്ഞ ദിവസം ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. ഇതോടെ നാട്ടുകാർ രോഷാകുലരായിരിക്കുകയാണ്. വലിയ തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വലിയ തോടിന് സമീപത്ത് പുതുതായി കാന നിർമ്മിക്കാൻ നീക്കം നടക്കുന്നുണ്ട്. ഇവിടുത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കാതെ കാന നിർമ്മിക്കാൻ സമ്മതിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. അതെ, ഞങ്ങൾക്ക് ഇപ്പൊ ഈ തോട്ടിൽ കൂടെ വരുന്ന വെള്ളം എവിടുന്നാന്നുള്ളത് കണ്ടെത്തിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യലാണ് ഏറ്റവും വലിയ അത്യാവശ്യം. ശരിയല്ലേ? അതാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പൊ അത് എന്തായാലും കുറെ വർഷങ്ങൾ അപ്പൊ ചോദിക്കും, നിങ്ങൾ എന്തിനാ തോടിന്റെ ഭാഗത്ത് വന്ന് സ്ഥലം മേടിച്ച് വീട് വെച്ചെന്ന്. വീട് വെക്കാന്ന് വെച്ചാൽ നമുക്ക് പണ്ട് നിന്ന് ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈ കുറച്ച് കാലയളവിലാണ് എല്ലായിടത്തെ വെള്ളവും, പ്രത്യേകിച്ച് വരുന്ന വെള്ളം ഫ്ലാറ്റുകളിലെ വെള്ളം. ഒരു വീടിന്റെ വെള്ളത്തിനൊന്നും ഇത്ര വലിയ മലിനീകരണം ഉണ്ടാവില്ല. രാത്രി 12-11 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നു നോക്കിയാൽ അറിയാൻ പറ്റും ഭാരതപ്പുഴ പോലെ പോണത്. അതായത് കറുത്ത വെള്ളം ഇവിടുന്ന വരണത്. ശുചിത്വ മികവിന് അവാർഡുകൾ വാരിക്കൂട്ടുന്നതിന് പകരം ഇത്തരം പ്രശ്നങ്ങളിൽ പരിഹാരമാണ് ആവശ്യമെന്ന് നാട്ടുകാർ പറയുന്നു. മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് രംഗത്തിറങ്ങുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. പോർക്കുളം തിരുത്തിക്കാട് ദേശക്കാരുടെ കുതിരവേല ആഘോഷം തുടങ്ങി. പോർക്കുളം കുതിരപ്പാടത്തും തിരുത്തിക്കാട് കോമളാക്ഷി ക്ഷേത്ര പരിസരത്തുമായി ഇന്ന് രാവിലെ മുതൽ കുതിര നിർമ്മാണം ആരംഭിച്ചു. പോർക്കുളം തിരുത്തിക്കാട് കിഴക്കുമുറി ദേശക്കാരാണ് കുതിരവേല ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. പോർക്കുളത്ത് അച്ഛൻ കുതിരയും തിരുത്തിക്കാട് അമ്മ കുതിരയും കിഴക്കുമുറിയിൽ മകൻ കുതിരയുമാണെന്നാണ് വിശ്വാസം. മരങ്ങൾ കൂട്ടിയോജിപ്പിച്ച് കുതിരയുടെ മാതൃക നിർമ്മിച്ച ശേഷം വൈക്കോലും കയറും ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കി. തുണിയും തോരണങ്ങളും ആടയാഭരണങ്ങളും അണിയിച്ച് മനോഹരമാക്കിയ കുതിരകളെ വൈകിട്ട് പന്തിയിലേക്ക് എടുത്തുവച്ചു. രാത്രി കലാപരിപാടികൾക്ക് ശേഷം പുലർച്ചെയോടെ ദേശക്കാർ തോളിലേറ്റി കുതിരകളെ വെസ്റ്റ് മങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും. കുംഭഭരണി ഉത്സവ ദിവസം കുതിരകളെ തോളിലേറ്റി ദേശക്കാർ ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യിക്കും. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേല ഫെബ്രുവരി 22, 23, 24 തീയതികളിൽ ആഘോഷിക്കും. ജാതിമത ഭേദമന്യേ 10,000 പങ്കെടുക്കുന്ന കുതിരവേല തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. നാദവർണ്ണങ്ങൾ പെയ്തിറങ്ങുന്ന കുതിരവേല അശ്വതി വേലയിൽ വേലൂർ ദേശക്കുതിരയുടെ എഴുന്നള്ളിപ്പോടെയാണ് തുടക്കമാവുക. അശ്വതി നാളിൽ വേലൂർ ദേശക്കുതിരയും അമ്പലത്തിരുക്കുതിരയും അമ്പലവട്ടം ദേശക്കുതിര കുട്ടിക്കുതിരകളടക്കമാണ് ക്ഷേത്രത്തിലെത്തുക. ഭരണിവേലയിൽ ദേശക്കുതിരകളായ തയ്യൂർ, തണ്ടിലം, എരുമപ്പെട്ടി, RMS നഗർ, പാത്രമംഗലം, പഴവൂർ, വെള്ളാറ്റഞ്ഞൂർ, കരിയന്നൂർ ദേശക്കുതിരകളും വിവിധ ഉത്സവ കമ്മിറ്റികളായ വേലൂർ തെക്കുമുറി വാഞ്ചു നഗർ, ഹഷ്മി നഗർ, ഐമു നഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ, ശാന്തി നഗർ എന്നിവിടങ്ങളിലെ കുതിരകളും കുട്ടിക്കുതിരകളും ക്ഷേത്രത്തിലെത്തും. സന്ധ്യയ്ക്ക് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലത്തിന് തിരികൊളുത്തും. രാത്രി 10-ന് പ്രസിദ്ധമായ അരിപ്പറമേളം ആരംഭിച്ച് പുലർച്ചെ 1 മണിക്ക് സമാപിക്കും. അരിപ്പറമേളത്തിന് കേരള കലാമണ്ഡലം കക്കാട് രാജപ്പൻ മാരാർ നേതൃത്വം നൽകും. കാർത്തികവേലയിൽ രാവിലെ മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മണ്ഠയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനാകും. മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിക്കും. ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ രാകേഷ് മേനോത്തുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഗ്രാമകം നാടകോത്സവത്തിന്റെ ഭാഗമായുള്ള പുസ്തകോത്സവത്തിന്റെ 9ാമത് പതിപ്പിന് വേലൂർ മണിമലർക്കാവ് ക്ഷേത്ര പരിസരത്ത് തുടക്കമായി. പുസ്തകോത്സവം ഈ മാസം 24 വരെ നീണ്ടുനിൽക്കും. പ്രശസ്ത സാഹിത്യകാരനും നോവലിസ്റ്റും 2025 വയലാർ അവാർഡ് ജേതാവുമായ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പുസ്തകോത്സവം കമ്മിറ്റി ചെയർപേഴ്സൺ മണി അധികാരി വീട്ടിൽ അധ്യക്ഷനായി. ഗ്രാമകം നാടകോത്സവം ചെയർപേഴ്സൺ P. കൃഷ്ണദാസ്, സംഘാടക സമിതി ജനറൽ കൺവീനർ AN സോമനാഥൻ,
സർക്കുലർ ഫോറം ജില്ലാ സെക്രട്ടറി സത്യനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുസ്തകോത്സവ കമ്മിറ്റി കൺവീനർ PS സുമിത സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ PS സുബീല നന്ദിയും പറഞ്ഞു. ഭക്തകവി പൂന്താനത്തിന്റെ സ്മരണയ്ക്കായി ഗുരുവായൂർ ദേവസ്വം നടത്തിവരുന്ന പൂന്താന ദിനാഘോഷവും സംസ്ഥാനത്തെ ഇതര ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കും വേദപാഠശാലകൾക്കുമുള്ള ധനസഹായ വിതരണവും ഞായറാഴ്ച നടക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10:30 കിഴക്കേനടയിലെ പൂന്താനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രി VN വാസവൻ പുരസ്കാര സമർപ്പണവും ധനസഹായ വിതരണവും നിർവഹിക്കും. NK അക്ബർ MLA, ദേവസ്വം കമ്മീഷണർ MG രാജമാണിക്യം, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ എന്നിവർ മുഖ്യാതിഥികളാകും. സംസ്ഥാനത്തെ 1521 ക്ഷേത്രങ്ങൾക്കും 9 വേദപാഠശാലകൾക്കുമായി 9.85 കോടി രൂപയുടെ ധനസഹായമാണ് നൽകുന്നത്. കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രത്തിലാണ് ദേവസ്വം പൂന്താനം ദിനം ആഘോഷിക്കുന്നത്. പൂന്താനത്തിൻ്റെ ഭക്തികാവ്യമായ ജ്ഞാനപ്പാനയുടെ പേരിൽ ഭക്തിസാഹിത്യ പ്രവർത്തനത്തെ ആസ്പദമാക്കി ഈ വർഷത്തെ പുരസ്കാരം വൈക്കം രാമചന്ദ്രനും 2023 നൽകാൻ കഴിയാതിരുന്ന പുരസ്കാരം പ്രൊഫസർ V മധുസൂദനൻ നായർക്കും സമ്മാനിക്കും. പൂന്താന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി രാവിലെ 7 മണി മുതൽ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ പൂന്താനം സമ്പൂർണ്ണ കൃതികളുടെ പാരായണം നടക്കും. ഡോക്ടർ V അച്യുതൻകുട്ടി ആചാര്യനാകും. ഉച്ചയ്ക്ക് 2:30 പ്രശസ്ത കവികൾ പങ്കെടുക്കുന്ന കാവ്യപൂജ KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. രാധാകൃഷ്ണൻ കാക്കശ്ശേരി അധ്യക്ഷനാകും. വൈകിട്ട് 6 ജ്ഞാനപ്പാന നൃത്താവിഷ്കാരം, രാത്രി 8 മുതൽ കഥകളി എന്നിവയുമുണ്ടാകും. 21 ക്ഷേത്രങ്ങൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തവണ ധനസഹായം നൽകുന്നത്. 10 കോടി രൂപയാണ് നമ്മൾ ഇത്തവണ അതിനു വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുള്ളത്. ബഹുമാന്യനായിട്ടുള്ള ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകളാണ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം പൂന്താന ദിനത്തിൽ നമ്മൾ സാധാരണ ജ്ഞാനപ്പാന പുരസ്കാര സമർപ്പണവും നമ്മൾ നടത്തുന്നതാണ്. അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, പബ്ലിക്കേഷൻ മാനേജർ KG സുരേഷ്, PRO വിമൽ G നാഥ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് CPM നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. 1000-ലേറെ പേർക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. CPM ഏരിയ കമ്മിറ്റി അംഗം ഷംസു കല്ലൂർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ രുക്മിയ സുധീർ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ ഷനിൽ, ബീന സുരേന്ദ്രൻ, ജിതേഷ് അശോകൻ എടക്കാട്ട്, V വിദ്യാധരൻ, സലീം മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ ബിജു പള്ളിക്കര സ്വാഗതവും വിനോദ് നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി രേഖകൾ അപ്ലോഡ് ചെയ്ത് ജനങ്ങൾക്ക് പെൻഷൻ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. കുന്നംകുളം യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിന്റെ 75ാമത് വാർഷികത്തിന്റെ ഭാഗമായി പാട്ടിന്റെ പട്ടുനൂൽ എന്ന പേരിൽ സംഗീത നിശ സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് 6 മുതൽ 8:30 വരെ യൂണിയൻ ക്രിസ്ത്യൻ ഗ്രൗണ്ടിലാണ് സംഗീത നിശ നടക്കുക. കുന്നംകുളം പശ്ചാത്തലമുള്ള മൺമറഞ്ഞ ഗാനരചയിതാക്കളുടെ ഗാനങ്ങളും മാരാമൺ കൺവെൻഷനിലെ ആർപ്പിൻ നാദം ഉയരുന്നത എന്ന പ്രശസ്ത ഗാനത്തിന്റെ രചയിതാവായ ജോർജ് കോശിയുടെ ഗാനങ്ങളും യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിലെ പൂർവികർ രചിച്ച ഗാനങ്ങളും പശ്ചാത്തല വിവരണത്തോടെ അവതരിപ്പിക്കപ്പെടും. ജോർജ് കോശി മൈലപ്ര ആത്മീക ഭാഷണം നടത്തും. പഴഞ്ഞി സ്വദേശി ജെയ്സൺ ജോബ് നേതൃത്വം നൽകുന്ന ഫേവറേറ്റ് മെലഡിയും യൂണിയൻ ഗായക സംഘവും ഗാനങ്ങൾ ആലപിക്കും. 5ാം വാർഷികത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 22 ഞായറാഴ്ച വൈകിട്ട് 5:30 ആരംഭിക്കുന്ന ക്രൈസ്തവ ഗാനസന്ധ്യയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. മാരാമൺ കൺവെൻഷനുകളുടെ പ്രശസ്തി ആർജിച്ച ആർപ്പിൻനാദമുയരുന്ന എന്ന ഗാനത്തിൻ്റെ ഗാനരചയിതാവ് ജോർജ് കോശി മൈലപ്ര അവതരിപ്പിക്കുന്ന ഗാനാവതരണം, കുന്നംകുളത്ത് ജനിച്ചു വളർന്ന് ഗാനങ്ങൾ എഴുതിയ ഗാനരചയിതാക്കളുടെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി കുന്നംകുളം യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിലെ ഗായക സംഘത്തോടൊപ്പം ഞാനും ഗാനങ്ങൾ ആലപിക്കുന്നു. ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. കുന്നംകുളം ജംഗ്ഷൻ പട്ടാമ്പി റോഡിൽ സീബ്ര ലൈൻ ഇല്ലാത്തത് കാൽനട യാത്രക്കാർക്ക് ദുരിതമാകുന്നു. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ കല്ലമ്പുറം പാതയുടെ ഉദ്ഘാടനം നടന്നത്. എന്നാൽ റോഡ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുമ്പുണ്ടായിരുന്ന സീബ്ര ലൈൻ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. കോഴിക്കോട്, കുറ്റിപ്പുറം, പാലക്കാട് ഭാഗങ്ങളിലേക്കുള്ള ബസ് സ്റ്റോപ്പുകളിലേക്ക് എത്തുന്നതിനായി യാത്രക്കാർ തിരക്കേറിയ റോഡ് മുറിച്ചു കടക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സീബ്ര ലൈൻ ഇല്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി യാത്രക്കാർ പറയുന്നു. പലപ്പോഴും ഭാഗ്യം ആശ്രയിച്ചാണ് റോഡ് കടക്കേണ്ടിയിരിക്കുന്നതെന്നും കാൽനട യാത്രക്കാർ പറഞ്ഞു. റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടും
കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന അടയാളങ്ങൾ സ്ഥാപിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. തൃശൂർ റോഡിലെ പഴയ ബസ് സ്റ്റോപ്പ് ഭാഗത്ത് സീബ്ര ലൈൻ നിലവിലുണ്ടെങ്കിലും വടക്കാഞ്ചേരി റോഡിൽ അത് പാതി മാന നിലയിലാണ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി പട്ടാമ്പി പാതയിലെ മലായ ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങളിൽ അടിയന്തരമായി സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്ന് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെട്ടു. കുന്നംകുളം തൃശൂർ റോഡിലെ കാൽനട യാത്രികരുടെ നടപ്പാത കയ്യേറി കച്ചവടമെന്ന് പരാതി. ഇതുവഴിയുള്ള കാൽനട യാത്ര ദുസ്സഹമാവുകയാണ്. സീനിയർ ഗ്രൗണ്ടിലേക്കും സമീപത്തെ BSNL ഓഫീസ്, ബദനി സ്കൂൾ എന്നിവിടങ്ങളിലേക്കും പോകുന്നവരാണ് ഇതുമൂലം വലയുന്നത്. രാത്രിയിൽ നടക്കുന്ന തട്ടുകടയുടെ സാമഗ്രികളാണ് അധികാരികളുടെ മുന്നിൽ നോക്കുകുത്തിയായി ഇരിക്കുന്നത് എന്നും നടപ്പാത കയ്യേറ്റം അവസാനിപ്പിച്ച് കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതവും തടസ്സരഹിതവുമായ സഞ്ചാരം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വേലൂർ മണിമലർക്കാവ് കുതിരവേല എന്നാൽ ശില്പി വേലൂർ ജോൺസന്റെ ശില്പചാരുതയുടെ നേർസാക്ഷ്യമായിരുന്നു. അകാലത്തിൽ അന്തരിച്ച പിതാവിന്റെ ഓർമ്മയ്ക്കായി മണിമലർക്കാവ് കുതിരവേല നടക്കുന്ന വേളയിൽ 3D റിലീഫ് വർക്ക് ഒരുക്കി പിതൃസ്മരണ ഉണർത്തുകയാണ് ശില്പി ജോൾസൺ വേലൂർ. മണിമലർക്കാവ് ക്ഷേത്രത്തിൽ ഉത്സവ കുതിരകൾ വന്നിരുന്ന കാലത്ത് കാർഡ്ബോർഡ് പെട്ടി കുതിരകളായിരുന്നു വേലയ്ക്ക് എഴുന്നള്ളിച്ചിരുന്നത്. എന്നാൽ ഇത് എളുപ്പം ചിതലരിച്ച് നശിച്ചു പോകുന്നവയുമായിരുന്നു. വർഷാവർഷം ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ് ഓരോ ഉത്സവ കമ്മിറ്റികൾക്കും കുതിരകളുടെ പുനർനിർമ്മാണം വരുത്തിവെച്ചിരുന്നത്. ഇതിന് പരിഹാരമായാണ് 1982, 1995 വർഷങ്ങളിൽ വാഞ്ചുനഗർ കുതിര സമുദായത്തിനു വേണ്ടി ശില്പി ജോൺസൺ ഫൈബർ ഗ്ലാസിൽ കുതിരകളെ നിർമ്മിച്ചത്. 1982 മണിമലർക്കാവിലെ വേലയ്ക്കെത്തുന്ന കുതിരയെ നിർമ്മിച്ചുകൊണ്ടാണ് ജോൺസൺ ശില്പകലാലോകത്തേക്ക് പ്രവേശിച്ചത്. ഫൈബർ ഗ്ലാസിൽ കേരളത്തിലെ ശില്പികൾ അധികം ശില്പങ്ങൾ ചെയ്തു തുടങ്ങാത്ത കാലത്താണ് ജോൺസൺ ഈ പുത്തൻ പരീക്ഷണത്തിന് തയ്യാറായത്. 30 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത അതേ ഫൈബർ കുതിര തന്നെയാണ് ഈ വർഷവും മണിമലർക്കാവിലേക്ക് എത്തുന്നത്. 3 ഫൈബർ കുതിരകളും 2 പേപ്പർ പൾപ്പ് കുതിരകളും ജോൺസൺ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ആദ്യം ഒരു സ്കെച്ച് തയ്യാറാക്കി പിന്നീട് സിമെൻറ്റ് ഉപയോഗിച്ച് പ്രാവശ്യം ഒരു ലെയർ പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ ഈ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കും. അതിനുശേഷം അതിൻ്റെ ഫൈനൽ മിനുക്കുപണിയും കാര്യങ്ങളും ചെറിയ ഫിനിഷിംഗ് പരിപാടികളും കഴിഞ്ഞ് ഒരു ബേസ് നമ്മൾ ഈ ടെറാക്കോട്ട കളർ അടിച്ചതിന് ശേഷം ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു. ഭാരക്കുറവും കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കുമെന്നതുമായിരുന്നു ഫൈബർ കുതിരകളുടെ മേന്മ. മതിലിൽ ശില്പനിർമ്മാണം നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ ജോൽസൺ പിതാവിൻ്റെ ഇഷ്ടവർക്കായ കുതിരയെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. ആദ്യം ചുവരിൽ കുതിരയുടെ സ്കെച്ച് വരയ്ക്കുകയും പിന്നീട് ഘട്ടം ഘട്ടമായി സിമൻറ്റിൽ ഓരോ ലെയർ വീതം നിർമ്മിക്കുകയും ശില്പം 3D പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് പൂർത്തീകരിച്ചത്. പിന്നീട് ശില്പത്തിൻ്റെ ഫിനിഷിങ്ങും ഡീറ്റെയിലിങ്ങും ചെയ്ത് ടെറാക്കോട്ട കളർ ബേസായി പെയിൻറ് ചെയ്ത് ഗോൾഡൻ കളറാണ് നൽകിയിരിക്കുന്നത്. കുതിരയുടെ ശില്പവും അനുബന്ധമായി ദേശീയ പക്ഷിയെയും നിർമ്മിച്ചിരിക്കുന്നു. ശില്പ ചിത്രരചനയിൽ പിതാവിൻ്റെ പാത തുടരുന്ന യുവശില്പി വേലൂർ ജോൾസൺ ഈ കുതിരവേലയ്ക്ക് സ്വന്തം മതിലിൽ കുതിരയുടെ ചിത്രം 3D റിലീഫ് വർക്ക് ചെയ്താണ് പിതൃസ്മരണ പുതുക്കുന്നത്. 2026-2027 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി കടവല്ലൂർ പഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാർ കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ അധ്യക്ഷത വഹിച്ചു. 2026-2027 വർഷത്തെ കരട് പദ്ധതി രേഖയുടെ പ്രകാശനവും നടന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പ്രഭാത് മുല്ലപ്പള്ളി, ഹസീന അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ജില്ലാ കേരളോത്സവത്തിൽ കടവല്ലൂർ പഞ്ചായത്തിൽ നിന്ന് ചൊവ്വന്നൂർ ബ്ലോക്കിനെ പ്രതിനിധീകരിച്ച് ആർച്ചറിയിൽ 1ാം സ്ഥാനം ലഭിച്ച റോഷനും യോഗയിൽ 2ാം സ്ഥാനം ലഭിച്ച അതുൽ കൃഷ്ണയ്ക്ക് ഉപഹാരം സമ്മാനിച്ചു. യോഗത്തിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലീം സ്വാഗതവും സെക്രട്ടറി KR രേഖ നന്ദിയും പറഞ്ഞു. കുംഭച്ചൂടിന് ആശ്വാസമേകാൻ തണ്ണിമത്തൻ വിളവെടുപ്പ്. ജൈവ കർഷകയായ ഷീജയുടെ കണ്ടാണശ്ശേരിയിലെ കൃഷിയിടത്തിലാണ് തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ജൈവ കർഷക ബ്രഹ്മകുളം കല്ലായിൽ ഷീജയുടെ കൃഷിയിടത്തിൽ നടത്തിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ മുഖ്യാതിഥിയായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുദീപ, ഗുരുവായൂർ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു അജിത് കുമാർ, കൗൺസിലർ പ്രിയ രാജേന്ദ്രൻ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ ധനൻ, സഫീറ അസീസ്, ഫാർമേഴ്സ് ക്ലബ് ഭാരവാഹി KP റഷീദ്,
ജീവ ഗുരുവായൂർ ഭാരവാഹി അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, കർഷക ഷീജ കലായിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഫാർമേഴ്സ് ക്ലബ് അംഗങ്ങൾ, ജീവ ഗുരുവായൂരിൻ്റെ പ്രവർത്തകർ തുടങ്ങിയവരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. കണ്ടാണശ്ശേരിയിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ എതിർവശത്തായി പാട്ടത്തിനെടുത്ത അരയേക്കറിലധികം വരുന്ന കൃഷിയിടത്തിലാണ് ഷീജ തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ള വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. വർഷത്തിൽ 365 ദിവസവും കാലാവസ്ഥയ്ക്കനുയോജ്യമായ പച്ചക്കറികൾ തികച്ചും ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്തു വരുന്ന ഷീജയ്ക്ക് മികച്ച ജൈവ പച്ചക്കറി കർഷകയ്ക്കുള്ള വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജില്ലയിലെ തന്നെ മികച്ച ജൈവ കർഷക എന്ന നിലയിലേക്ക് വളർന്ന ഷീജ തൻ്റെ കൃഷിയിടത്തിൽ 1 ഇഞ്ച് ഭൂമി പോലും തരിശിടാതെ വിവിധ പച്ചക്കറികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിവരുന്നുണ്ട്. പുണ്യ റമളാൻ നോമ്പാചരണ കാലത്തെ വിപണി ലക്ഷ്യമാക്കി 2.5 മാസം മുമ്പാണ് ഷീജ തണ്ണിമത്തൻ കൃഷിക്ക് വിത്തിറക്കിയത്. ചാവക്കാട് നഗരസഭാ വികസന സെമിനാർ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ AH അക്ബർ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. യതീന്ദ്രദാസ് പദ്ധതികളുടെ കരട് രൂപരേഖ അവതരിപ്പിച്ചു. കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടിംഗ് നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനും നഗരസഭാ മുൻ ചെയർമാനുമായ MR രാധാകൃഷ്ണൻ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, വിവിധ സ്ഥിരം സമിതി അധ്യക്ഷരായ ലിഷ മത്രങ്കോട്ട്, KH സലാം, KP രഞ്ജിത് കുമാർ, നഗരസഭാ സെക്രട്ടറി MS ആകാശ് തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിൽ കുടുംബശ്രീ CDS അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും സ്ഥാനാരോഹണവും നടന്നു. വിശദാംശങ്ങളിലേക്ക്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDS ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. കേച്ചേരി സിറ്റി പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വരണാധികാരി ചൊവ്വന്നൂർ ബ്ലോക്ക് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ N. രഞ്ജിനി, CDS ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട EB പ്രമീളയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വൈസ് ചെയർപേഴ്സൺ സബിത ഉണ്ണികൃഷ്ണൻ ചെയർപേഴ്സൺ പ്രമീളയ്ക്ക് മുന്നിൽ സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എന്നിവരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മറ്റ് 18 വാർഡുകളിൽ നിന്നും CDS അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടവരും സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റു. CDS ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടന്ന അനുമോദന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, ചെയർപേഴ്സണായി ചുമതലയേറ്റ പ്രമീളയെയും വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, വൈസ് ചെയർപേഴ്സണായി ചുമതലയേറ്റ സബിതയെയും പൊന്നാടയണിയിച്ച് അനുമോദിച്ചു. സ്ഥിരം സമിതി ചെയർമാൻ സച്ചിൻ പ്രകാശ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയും കുടുംബശ്രീ CDS മെമ്പർ സെക്രട്ടറിയുമായ ബിന്ദു ജോസഫ്, ഉപവരണാധികാരി K. മഞ്ജുഷ, കുടുംബശ്രീ അക്കൌണ്ടന്റ് CS സുമി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ആസൂത്രണ സമിതി അംഗം MB പ്രവീൺ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ അനുമോദന പ്രസംഗം നടത്തി. 3 വർഷമാണ് ചുമതലയേറ്റ കുടുംബശ്രീ CDSന്റെ പ്രവർത്തന കാലാവധി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDS ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വരണാധികാരി ചൊവ്വന്നൂർ ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ AM നാസു മുൻപാകെ CDS ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട വിജിത മജ്നു സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു. വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട KR രജിതയ്ക്ക് ചെയർപേഴ്സൺ വിജിത മജ്നു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എന്നിവരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മറ്റ് 15 വാർഡുകളിൽ നിന്നും CDS അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. CDS ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടന്ന അനുമോദന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, വൈസ് പ്രസിഡന്റ് CK സുദീപ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ഗംഗാധരൻ മാസ്റ്റർ, സൗമ്യ ധനൻ, സുനിത ഉണ്ണിമോൻ, CDS മുൻ ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയും കുടുംബശ്രീ CDS മെമ്പർ സെക്രട്ടറിയുമായ CO ആന്റോ, കുടുംബശ്രീ അക്കൌണ്ടന്റ് സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു. വരണാധികാരി മുൻപാകെ ചെയർപേഴ്സൺ വിജിത ചുമതലയേറ്റു. പുഷ്പലത സുധാകരനിൽ നിന്ന് CDSന്റെ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള രേഖകളും ചെയർപേഴ്സൺ ഏറ്റുവാങ്ങി. 3 വർഷം കാലാവധിയാണ് ചുമതലയേറ്റ കുടുംബശ്രീ CDSനുള്ളത്. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. CDS 1 ചെയർപേഴ്സണായി ഷിബിത ബൈജുവിനെയും വൈസ് ചെയർപേഴ്സണായി ഷീജ ജയനെയും തിരഞ്ഞെടുത്തു. CDS 2 ചെയർപേഴ്സണായി MJ രമണിയും വൈസ് ചെയർപേഴ്സണായി ആരിഫ ഷെജീറുമാണ് ചുമതലയേറ്റത്. റിട്ടേണിംഗ് ഓഫീസർമാരായ ഡോക്ടർ സുബിൻ കോലാടി, ഭുവന എന്നിവർ പുതിയ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, മുൻ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ തുടങ്ങിയവർ അംഗങ്ങളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ മിനി മോൺസി, T. സോമശേഖരൻ, R. ഷാജിജു എന്നിവരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, നഗരസഭാ കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ കുടുംബശ്രീ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ഷീജ സുരേഷ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. റിട്ടേണിംഗ് ഓഫീസർ CDPO ബേബി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വൈസ് ചെയർപേഴ്സൺ KB ബബിത ഉൾപ്പെടെയുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ഇവർക്ക് ഷീജ സുരേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
തുടർന്നു നടന്ന അനുമോദന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കൊടുമ്പിൽ മുരളി അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM സജി, സ്വപ്ന പ്രദീപ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ VV വിവേക്, രാജി സോമൻ, പ്രഭിത ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ NK കബീർ, ഗീതു പ്രകാശ്, ഷീജ അനന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വരണാധികാരി CDPO ജയശ്രീ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആദ്യം CDS ചെയർപേഴ്സണായി തെരഞ്ഞെടുത്ത ബിന്ദു ഹരീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ PK പ്രജുഷ എന്നിവർ അധികാരമേറ്റു. തുടർന്ന് ചെയർപേഴ്സൺ ബിന്ദു ഹരീന്ദ്രൻ മറ്റ് 12 അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ തമ്പി K ജോബ്, രേഖ ജയരാമൻ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി പരമേശ്വരൻ നമ്പൂതിരി, അസിസ്റ്റന്റ് വരണാധികാരി MP പ്രകാശ്, പൊതുപ്രവർത്തകരായ KM നാരായണൻ, കവിത പ്രേംരാജ്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭയിൽ CDS 1 ചെയർപേഴ്സണായി വിചിത്ര മനോജും, വൈസ് ചെയർപേഴ്സണായി സൗമ്യ സുരേഷും, CDS 2 ചെയർപേഴ്സണായി സജന രമേശും, വൈസ് ചെയർപേഴ്സണായി ഫൗസിയ നൌഷാദും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. വരണാധികാരികളായിരുന്ന നിഷി ദേവദാസ്, P മഞ്ജുഷ എന്നിവർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. CDS 1 24 അംഗങ്ങളും 2 18 അംഗങ്ങളുമാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ടവരെ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് എന്നിവർ പൊന്നാട ചാർത്തി ആദരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ V അനൂപ്, ഷാനി റജി, ബിന്ദു അജിത് കുമാർ, AT ഹംസ, രതി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ റിട്ടേണിംഗ് ഓഫീസർ ചെയർപേഴ്സണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് CDS ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ അടക്കമുള്ള എല്ലാ CDS മെമ്പർമാർക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 3 വർഷത്തേക്കാണ് 22 അംഗ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്തത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പൊതുപ്രവർത്തകരായ M ബാലാജി, MN മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പൊന്നിയൂർ പഞ്ചായത്തിലെ CDS തിരഞ്ഞെടുപ്പിൽ 22 വാർഡുകളിൽ 15 വാർഡുകളും LDFന്. ചെയർപേഴ്സണായി 19 വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നസിയയെയും വൈസ് ചെയർപേഴ്സണായി 12 വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സിന്ധു ഹരിദാസിനെയും തിരഞ്ഞെടുത്തു. UDF ഭരിക്കുന്ന പുന്നീർകുളം പഞ്ചായത്തിൽ കുടുംബശ്രീ CDS തെരഞ്ഞെടുപ്പിൽ LDFന് ഉജ്ജ്വല വിജയം. UDFന് പേരിന് പോലും ഒരു മെമ്പർ ഇല്ലാത്ത വിധം CDS കമ്മിറ്റിയിൽ LDF സമഗ്രാധിപത്യം നേടി. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഭരണസമിതി അംഗങ്ങൾ പങ്കെടുത്തില്ല. CDS ചെയർപേഴ്സണായി LDFിലെ ബിന്ദു ടീച്ചർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. വെള്ളിയാഴ്ചയായിരുന്നു പഞ്ചായത്തിലെ 20 വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. പാപ്പാളി വാർഡിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായില്ല. 18 വാർഡിൽ LDFും 2 വാർഡുകളിൽ NDA അംഗങ്ങളും വിജയിച്ചു. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെയാണ് ബിന്ദു ടീച്ചറെയും വൈസ് ചെയർപേഴ്സണായി സുജീന യൂസഫിനെയും തെരഞ്ഞെടുത്തത്. ശനിയാഴ്ച നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉപഭരണാധികാരി NA ജോളി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ആരും ചടങ്ങിൽ പങ്കെടുത്തില്ല. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ V അപ്പു മാസ്റ്റർ, CPM ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TS സുരേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, മുൻ CDS ചെയർപേഴ്സൺ ഗിരിജ രാജൻ, നസീർ പുന്നൂക്കാവ് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വിട്ടുനിന്നതിൽ CPM ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രതിഷേധം രേഖപ്പെടുത്തി. അതേസമയം ഇന്നലെ വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് സംബന്ധിച്ച് അറിഞ്ഞതെന്നും മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാലാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതെന്നും ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതുതായി നിർമ്മിച്ച കിച്ചൺ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ നിർവഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ അനുവദിച്ച 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കിച്ചൺ കം സ്റ്റോർ നിർമ്മിച്ചത്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, വാർഡ് മെമ്പർ PH അൻസാർ, പ്രധാനാധ്യാപിക LK ഷീജ, SMC ചെയർപേഴ്സൺ PS റിൻസി, OSS സെക്രട്ടറി ആൽഫ്രഡ് തോമസ്, PTA അംഗം രാജേഷ്, അധ്യാപകരായ KK ചന്ദ്രൻ, KD ബിൻസി തുടങ്ങിയവർ സംബന്ധിച്ചു. ചാവക്കാട് പുത്തൻകടപ്പുറം ഹിളർ പള്ളിക്ക് സമീപം നൈനാൻ മൊയ്തീൻ മകൻ ഹനീഫയുടെ ഓലമേഞ്ഞ വീട് കത്തിനശിച്ചു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഈ സമയം ഹനീഫ വീടിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് അയൽവാസികളും നാട്ടുകാരും ചേർന്ന് തീകെടുത്തി. വീട് പൂർണ്ണമായും അഗ്നിക്കിരയായി. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 19 വാർഡ് കരിയന്നൂർ 1 നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കാൻ ഭരണസമിതി 3 ലക്ഷം രൂപ വകയിരുത്തിയതായി വാർഡ് മെമ്പർ NK കബീർ അറിയിച്ചു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ചുറ്റുമതിൽ, ശുചിമുറി ഉൾപ്പെടെയുള്ള പണികൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതിനാൽ അംഗൻവാടി തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. പുതിയ ഭരണസമിതി റിവിഷനിൽ ഉൾപ്പെടുത്തിയാണ് ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തികൾക്ക്
ഫണ്ട് അനുവദിച്ചത്. പണി പൂർത്തീകരിച്ച് അടുത്ത മാസം അംഗൻവാടി തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് വാർഡ് മെമ്പർ NK കബീർ അറിയിച്ചു. കരിയന്നൂർ അംഗൻവാടിയുടെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പുതുതായി നിലവിൽ വന്ന പഞ്ചായത്ത് ഭരണസമിതി 3 ലക്ഷം രൂപ അനുവദിക്കുകയും അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചിട്ടുള്ളതുമാണ്. അടുത്ത മാസം തന്നെ അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഇതിൻ്റെ ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി ബാത്റൂമിന് വേണ്ട സൗകര്യം ചെയ്ത് അതുപോലെ തന്നെ കിച്ചൻ്റെ ഡോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പണി പൂർത്തീകരിച്ച് അടുത്ത മാസത്തോടുകൂടെ തന്നെ ഇതിൻ്റെ പ്രവർത്തനം ഇങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ട എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. എളവള്ളി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. പഞ്ചവാദ്യവും ചെണ്ടമേളവും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും വിവിധ നാടൻ കലാരൂപങ്ങളും അണിനിരക്കുന്ന പൂരമഹോത്സവം ഉത്സവപ്രേമികളുടെ മനം നിറയ്ക്കും. CCTV പ്രാദേശികം ചാനലിലൂടെ പൂരമഹോത്സവം തത്സമയം സംപ്രേഷണം ചെയ്യും. പൂരമഹോത്സവ ദിവസം പുലർച്ചെ നട തുറക്കലിന് ശേഷം 4 മണിക്ക് നിർമ്മാല്യ ദർശനം, 4:30 അഭിഷേകം, മലർദിവേദ്യം, 5:45 ഗണപതി ഹോമം, 6 മണിക്ക് ഉഷപൂജ എന്നിവയുണ്ടാകും. ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി കിള്ളിമംഗലം മനോജ് നമ്പൂതിരി എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. 10 മണിക്ക് ഉച്ചപൂജയ്ക്ക് ശേഷം 1 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. ഗജരാജൻ പാമ്പാടി സുന്ദരൻ ഭഗവതിയുടെ തിടമ്പേറ്റും. മേളത്തിന് കലാമണ്ഡലം രതീഷും പഞ്ചവാദ്യത്തിന് പരക്കാട് മഹീന്ദ്രന്മാരാരും പ്രമാണിത്വം വഹിക്കും. പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള എഴുന്നള്ളിപ്പുകൾ ദേശങ്ങളിൽ ചുറ്റി ക്ഷേത്രത്തിലെത്തിയ ശേഷം 5:30 കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടാകും. വൈകിട്ട് 6:30 ദീപാരാധനയെ തുടർന്ന് ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ്, ചെണ്ടമേളം, പഞ്ചവാദ്യം അകമ്പടിയായി വിവിധ കലാരൂപങ്ങൾ ക്ഷേത്രത്തിനു മുന്നിൽ സജ്ജമാക്കിയ പന്തലിലെത്തി സമാപിക്കും. തുടർന്ന് കേളി, അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം രാത്രി 10:30 കലാമണ്ഡലം മുകേഷ്, ഗുരുവായൂർ നിരഞ്ജൻ എന്നിവർ നേതൃത്വം നൽകുന്ന ഡബിൾ തായമ്പക അരങ്ങേറും. ഉത്സവദിനത്തിൽ രാവിലെ 6 മുതൽ 10:30 വരെയും വൈകിട്ട് 5:50 മുതൽ 7 മണിവരെയും പറനിറപ്പിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ CM ശ്രീരാഗ്, പ്രദീപൻ, CD രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകും. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി 2026-2027 വാർഷിക പദ്ധതികളുടെ നിർദ്ദേശങ്ങൾക്കും അംഗീകാരത്തിനുമായി എളവള്ളി പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. മുരളി പെരുന്നെല്ലി MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NB ജയ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, സ്ഥിരം സമിതി അധ്യക്ഷരായ സനിൽ കുന്നത്തുള്ളി, ചിത്ര രതീഷ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആഷിഖ് വലിയകത്ത്, KT ലിംസൺ, VK സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രസാദ് വാഗ, രാജീവ് മണികണ്ഠൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, സെക്രട്ടറി തോമസ് ഏലിയാസ് രാജൻ, CDS ചെയർപേഴ്സൺ MG പ്രശാന്തി എന്നിവർ സംസാരിച്ചു. ഞായറാഴ്ച നടക്കുന്ന ചാവക്കാട് വടക്കാഞ്ചേരി റോഡ് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മിനെ അവഗണിച്ചതിൽ പാർട്ടിയുടെ കടങ്ങോട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. തലപ്പള്ളി PWD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ തെറ്റായ നടപടി തിരുത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. KM മാണി കർഷക സ്മൃതി പദ്ധതി നല്ല രീതിയിൽ നടപ്പിലാക്കുന്ന കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയെ അവഗണിക്കുന്നത് കർഷകരോട് കാണിക്കുന്ന വഞ്ചനയാണെന്നും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് LDF നേതൃത്വം കേരള കോൺഗ്രസ് എമ്മിനോട് പൂർണ്ണ അവഗണനയാണ് കാണിച്ചതെന്നും യോഗം കുറ്റപ്പെടുത്തി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി AC മൊയ്തീൻ MLAക്ക് നിവേദനം നൽകുവാൻ യോഗം തീരുമാനിച്ചു. യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന കമ്മിറ്റി അംഗം ബജീഷ് KB യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫിറോസ് മുഹമ്മദ് അധ്യക്ഷനായി. PS സുരേഷ്, സുജിത്ത് എന്നിവർ സംബന്ധിച്ചു. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടത്തിന് മുകളിൽ 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഇരുനില കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആഷിഖ് വലിയകത്ത്, TN ലെനിൻ എന്നിവർ മുഖ്യാതിഥികളായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധന്യ രവി പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗം KC ജയൻ, പ്രിൻസിപ്പൽ CA വിജി, പ്രധാനാധ്യാപിക NK സുധ, PTA പ്രസിഡന്റ് PS ശ്യാമ, സ്കൂൾ വികസന സമിതി ചെയർമാൻ ബാജി കുറുമ്പൂർ, രവി എളവള്ളി, TK അനിൽ, PP നൌഷാദ്, PM ഷറഫാസ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ നിന്ന് 1.15 കോടി രൂപ ചെലവഴിച്ച് 2024 നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ മുകളിലാണ് പുതിയ ഇരുനില കെട്ടിടം നിർമ്മിക്കുന്നത്. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവം ആറാട്ടോടെ സമാപിച്ചു. തുടർന്നു നടന്ന ദേശപുരാഘോഷങ്ങളിൽ 14 കമ്മിറ്റികൾ പങ്കാളികളായി. അയ്യപ്പൻകാവ് ശാസ്താക്ഷേത്രത്തിലെ കടവിലായിരുന്നു തേവരുടെ ആറാട്ട്.
ആറാട്ടിനെത്തിയ ചെറുവത്താനി തേവരെ ശാസ്താക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിച്ചു. തന്ത്രിമാരായ മഠത്തിൽ മുണ്ടയൂർ അഗ്നിശർമ്മൻ നമ്പൂതിരി, ദിവാകരൻ നമ്പൂതിരി എന്നിവർ ആറാട്ട് ചടങ്ങുകൾക്ക് കാർമ്മികരായി. ആറാട്ടിനു ശേഷം നടന്ന എഴുന്നള്ളിപ്പിന് നിലവിളക്കും നിറപറയുമായി ഭക്തർ സ്വീകരണം നൽകി. മരുതൂർ കുളങ്ങര മഹാദേവൻ തേവരുടെ തിടമ്പേറ്റി. വാദ്യഘോഷത്തോടെയുള്ള ഗ്രാമപ്രദക്ഷിണത്തിനു ശേഷം ക്ഷേത്രത്തിലെത്തി ഉത്സവത്തിന് കൊടിയിറക്കി. തുടർന്ന് 25 കലശമാടൽ, ശ്രീഭൂതബലി എന്നിവയുണ്ടായി. വൈകിട്ട് ദേശപൂരത്തിൻ്റെ ഭാഗമായുള്ള എഴുന്നള്ളിപ്പുകൾ തുടങ്ങി. പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയിലുള്ള കൂട്ടിയെഴുന്നള്ളിപ്പിൽ 18 ഗജവീരന്മാർ അണിനിരന്നു. കാവടിയാട്ടം, തിറവരവ്, മറ്റു കലാരൂപങ്ങളുടെ എഴുന്നള്ളിപ്പ് എന്നിവയും ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VK രമാഭായ്, ട്രഷറർ MS വിലാസിനി, MA ശങ്കരനാരായണൻ, CV മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കണിപ്പയൂർ കാണിശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു. വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ടായിരുന്നു ആഘോഷം. വെള്ളിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വെള്ളിത്തിരുത്തി, ശ്രീലക്ഷ്മി, ശ്രീപാർവതി എന്നിവരുടെ ഡബിൾ തായമ്പക അരങ്ങേറി. ക്ഷേത്രത്തിൽ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പ്രസാദ ഊട്ടുമുണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ കൃഷ്ണകാന്തി കൃഷ്ണഭക്തി ഗാനം ഓഡിയോ പ്രകാശനം ഉണ്ടായി. വാസ്തുശാസ്ത്ര കുലപതി കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് സമർപ്പണം നടത്തി. കാണിപ്പയൂർ നാരായണൻ നമ്പൂതിരിപ്പാട് സംബന്ധിച്ചു. പ്രശസ്ത ഗാനരചയിതാവ് PC അരവിന്ദൻ രചിച്ച ഭക്തിഗാനത്തിന്റെ സംഗീതവും ആലാപനവും ഷാജി സുബ്രഹ്മണ്യനും ഓർക്കസ്ട്രേഷൻ രവിവർമ്മയുമാണ് നിർവഹിച്ചത്. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,600 രൂപ. സ്വർണം പവന് 1,68,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 275 രൂപ. ചെർമ്മം കുന്നംകുളം ചൊവ്വന്നൂർ തേവർമഠം ലൈനിൽ കോലോത്തുപറമ്പിൽ ശമുവേൽ മകൻ വർഗീസ് നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ആർത്താറ്റ് സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ നടന്നു. ലിസി ഭാര്യയും അഭിലാഷ്, ആനന്ദ്, ആശ എന്നിവർ മക്കളുമാണ്. മഴുവഞ്ചേരി പരേതനായ പുത്തിരി ജോസ് ഭാര്യ ജോസ്ഫീന നിര്യാതയായി. 67 വയസ്സായിരുന്നു. സംസ്കാരം എരന്നല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ഡോൺ, ഡോണിയ, ടോണി എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി തെക്കുമുറി അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം പലചരക്ക് കട നടത്തുന്ന കൊളമേത്ത് ഹരിദാസന്റെ ഭാര്യ വിമല നിര്യാതയായി. 48 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച കാലത്ത് 9 മണിക്ക് ചെറുതുരുത്തിയിൽ നടക്കും. ഹരിത, ആതിര എന്നിവർ മക്കളാണ്. ഗുരുവായൂർ മാണിക്കത്തപ്പടി കൊമ്പൻ അന്തോണി നിര്യാതനായി. 96 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് പാളിയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രം സെമിത്തേരിയിൽ നടക്കും. പരേതയായ കൊച്ചമ്മയാണ് ഭാര്യ. കുര്യാക്കോസ്, സിസിലി, അൽഫോൻസ, സേവ്യർ, ജോസഫ്, ജേക്കബ്, തോമസ്, വർഗീസ്, ലിസി എന്നിവർ മക്കളാണ്. പാഞ്ഞാൾ കിഴക്കിയതിൽ രാമകൃഷ്ണൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. ശോഭന ഭാര്യയും സൗമ്യ, സനോജ്, സന്ധ്യ എന്നിവർ മക്കളുമാണ്. കടപ്പുറം പുതിയങ്ങാടി ഹസൻ പള്ളിക്ക് തെക്ക് ഭാഗം താമസിക്കുന്ന പരേതനായ പുതുവീട്ടിൽ അഹമ്മദ് ഭാര്യ ബീവാത്തു നിര്യാതയായി. 70 വയസ്സായിരുന്നു. കബറടക്കം പുതിയങ്ങാടി ഹസൻ പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ഫാത്തിമ, നബീസ, റുക്കിയ, പരേതരായ അഷ്റഫ്, കയ്യോമ എന്നിവർ മക്കളാണ്. ചൂണ്ടൽ മാറോക്കി യാക്കോബ് മകൻ പോൾ നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ചൂണ്ടൽ സാന്തോം പള്ളി സെമിത്തേരിയിൽ നടക്കും. കോതച്ചര ഗവൺമെന്റ് UP സ്കൂൾ റിട്ടയർഡ് അധ്യാപിക റീനയാണ് ഭാര്യ. എബിൻ, എഡ്വിൻ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 9 മാസം ഗർഭിണിയായ യുവതി മരിച്ചു. സംഭവത്തിൽ തൃത്താല പോലീസ് കേസെടുത്തു. പട്ടാമ്പി താലൂക്ക് ആശുപത്രി അനാസ്ഥയ്ക്കെതിരെ അന്വേഷണം വേണമെന്ന് തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 9 വയസ്സുകാരിക്ക് സാരമായി പരിക്ക്. കാട്ടകാമ്പാലിൽ വീടിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെയാണ് കാട്ടുപന്നി ആക്രമിച്ചത്.
പഞ്ചായത്ത് ഓഫീസിന് സമീപം പെരുമ്പുള്ളി നഗറിൽ താമസിക്കുന്ന അന്നിക്കര സുബ്രഹ്മണ്യൻ അശ്വതി ദമ്പതികളുടെ മകൾ ദേവികയ്ക്കാണ് പരിക്ക്. വാരിയലിന്റെ മുകൾ ഭാഗത്ത് ആഴത്തിൽ പരിക്കേറ്റ കുട്ടിയെ പഴഞ്ഞി കോട്ടവൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. മുറിവിൽ 4 തുന്നൽ. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേല ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ആഘോഷിക്കും. ജാതി മതഭേദമന്യേ 10,000 പങ്കെടുക്കുന്ന കുതിരവേല തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ചാമുണ്ടേശ്വരി ക്ഷേത്ര മരതകം ഫ്ളാറ്റിൽ താമസിക്കുന്ന കരുവന്നൂർ പടിഞ്ഞാറത്ത വീട്ടിൽ മോഹനൻ നായർ ഭാര്യ 70 വയസ്സുള്ള സൗദാമിനിയാണ് മരിച്ചത്. ഗുരുവായൂരിലെ വലിയ തോട് മാലിന്യവാഹിനിയായി മാറിയിട്ടും നടപടിയെടുക്കാത്ത നഗരസഭയുടെ നിലപാട് നാട്ടുകാരുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്ന് ആക്ഷേപം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.